ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫാമിലി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കണി സെറ്റ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ വിഷു സ്പെഷ്യൽ വീഡിയോസാണ്, കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ വിഷു സ്പെഷ്യലായിട്ട്. അപ്പോൾ വിഷുവിന് സ്പെഷ്യലായിട്ട് ഞങ്ങൾ വിചാരിച്ചു വേറെ വീഡിയോ ആയിട്ടൊക്കെ ഇടാമെന്ന്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കണിയാണ് കേട്ടോ, അതായത് വിഷു കണി സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ഇത് വിഷുക്കണിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ആദ്യം തന്നെ നമുക്ക് പൈനാപ്പിളാണ് വേണ്ടത്, പിന്നെ രണ്ടാമതായിട്ട് പംകിനാണ് കേട്ടോ, പിന്നെ മൂന്നാമത് ഓറഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി, അല്ലാണ്ട് വാങ്ങുന്നവരാണെങ്കിൽ വാങ്ങിക്കോ. പിന്നെ നാലാമതായിട്ട് ഗുവയുണ്ട് കേട്ടോ, അഞ്ചാമത് വാട്ടർ മെലോണാണ് എടുത്തേക്കണേ, പിന്നെ ആറാമതായിട്ട് ആപ്പിൾ ഉണ്ട് കേട്ടോ, പിന്നെ ഏഴാമതായിട്ട് ഈ പൊമഗ്രനേറ്റ് ആണ്, പിന്നെ എട്ടാമതായിട്ട് നമ്മുടെ ഗ്രീൻ ആയിട്ടുള്ള ഗ്രേപ്സ് ആണ്, പിന്നെ ഒമ്പതാമത്തെ ഗ്രേപ്സ് ആണ്, പിന്നെ പത്താമത്തെയാണ് വെള്ളരി. അപ്പോൾ വെള്ളരി ചിലയിടത്തൊന്നും ചിലപ്പോൾ കിട്ടില്ല, പെട്ടെന്ന് തന്നെ കണി സെറ്റ് ചെയ്യാം. അപ്പോൾ ദേ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് കണി സെറ്റ് ചെയ്യണത്. കണ്ടോ, ഒരു മഞ്ഞ തുണി വിരിച്ചിട്ട് ഒരു ടേബിളുമ്മേക്ക് മഞ്ഞ തുണി ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മഞ്ഞ തുണിമേ ആണ് നമ്മൾ, അതിൻ്റെ മുകളിലാണ് എല്ലാ സാധനങ്ങളും വെക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചത് കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി കൃഷ്ണനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് വെക്കണം. പിന്നെ ആ ഫ്രൂട്ട്സും, പിന്നെ വാൽക്കണ്ണാടി, ഒരു മുണ്ട് പോലത്തെ സാധനം, സ്വർണം, പിന്നെ നോട്ട്, പൈസ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കണം. അപ്പോൾ അത് വെക്കാം കേട്ടോ. വേറൊരു ആംഗിളിൽ നിന്ന് ഫോൺ ഇവിടെ നിന്നൊന്ന് വെക്കട്ടെ കേട്ടോ. ഫോൺ ഇവിടെ സെറ്റാക്കി, ഈ ഫോണും ഓണാക്കട്ടെ. ക്യാമറ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ രണ്ട് സൈഡിലും വിഷ്വൽ സെറ്റാക്കി തരാം. അപ്പോൾ ഗൈസ്, ഋഷിക വന്നു, പുറത്തായിരുന്നു അവൾ. അപ്പോൾ പുറത്തുനിന്ന് ഋഷിക വന്നിട്ട് എനിക്ക് ക്യാമറ ഒക്കെ പിടിച്ച് സഹായിച്ചു തരാണ്. അപ്പോൾ ഞാൻ ദേ കൃഷ്ണനെ വെച്ചു കേട്ടോ. അപ്പോൾ കൃഷ്ണനെ വെക്കുമ്പോൾ അവൾ ഓരോ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാമായിരുന്നു, അവിടെ വെക്കി ഇവിടെ വെക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പംകിൻ വെച്ചു, ആപ്പിൾ വെച്ചു, ഓറഞ്ച് വെച്ചു, ഗുവ വെച്ചു, പൊമഗ്രനേറ്റ് വെച്ചു, ഇത്ര സാധനങ്ങളൊക്കെ വെച്ചു. തണ്ണിമത്തനും പൈനാപ്പിളും പിന്നെ വെച്ചു കേട്ടോ. ഇനി രണ്ട് മുന്തിരിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ നിങ്ങൾക്കാണ് സാധനങ്ങളെല്ലാം വെക്കാം. ആദ്യം തന്നെ നമുക്ക് കൃഷ്ണൻ എടുക്കാം. കൃഷ്ണനിത് ഷെൽഫിലാണ് കേട്ടോ, എനിക്കത് പറയാനറിയാം. അപ്പോൾ ഇവിടെ നമ്മുടെ കണി വെക്കാനുള്ള ഓറഞ്ച് ഉണ്ട്. എന്താ കൃഷ്ണനാണ് കേട്ടോ. ഒരു ഫോട്ടോ എടുത്ത് അതിന് നമുക്ക് ബാക്കിയുള്ളത് എടുക്കാം കേട്ടോ. ഞാൻ മുന്തിരി എടുക്കുന്നത് ഇത്തിരി പാടാണ്, അതിന് 2 പേര് വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഭാരമുള്ള തണ്ണിമത്തൻ എടുക്കാം, കുറച്ച് ഭാരമാണ്. അപ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ ഇവിടെ വയ്ക്കാം. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇത്രയുള്ള ലുക്കുള്ള. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങളൊക്കെയാണ് വെക്കണത്, അതായത് ഫ്രൂട്ട്സ്, വെള്ളരി, കൃഷ്ണൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വെക്കണത്. പിന്നെ അമ്മയും അച്ഛനും പുറത്ത് നെല്ലാക്കായിരുന്നു കേട്ടോ ചാക്കിൽ. അപ്പോൾ അവർ വന്നിട്ട് വേണം ഇനി ഞങ്ങൾക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ, അതായത് മുണ്ട്, സ്വർണം, നാണയങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും ഈ വട്ടം കുറവ് സാധനങ്ങളാണ്, അല്ലെങ്കിൽ വിറ്റില, അടയ്ക്ക, അതൊക്കെ വെക്കേണ്ടതാണ്, പക്ഷെ അത് വെച്ചിട്ടില്ല. പിന്നെന്താ, നാണയങ്ങളൊന്നും വെച്ചിട്ടില്ല, ധാന്യങ്ങൾ അതൊന്നും വെച്ചിട്ടില്ല. ഈ വട്ടത്തെ കണി ഭയങ്കര ഇതായിരുന്നു, ഒന്നും അധികം സാധനങ്ങളൊന്നും വെക്കാണ്ടായിരുന്നു. പിന്നെ ആ മുല്ലപ്പൂ ഞാൻ എവിടെ വെക്കണം, എങ്ങനെ വെക്കണം എന്നൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എവിടെ വെച്ചിട്ടാണ് ഇഷ്ടമായില്ല. എന്നിട്ട് ഞാൻ മയിൽപ്പീലിയുടെ മുകളിൽ അങ്ങോട്ട് വെക്കാമെന്ന് വെച്ചു. പിന്നെ അമ്മ പറഞ്ഞു ഇത് വേണ്ട, വേറെ വലിയ മുല്ലപ്പൂ അടിയിലിടാമെന്ന്. കണ്ടോ, ഇങ്ങനെ വെക്കാമെന്ന് ആദ്യം വിചാരിച്ച്. പിന്നെ അമ്മ പറഞ്ഞു വലിയ മുല്ലപ്പൂ അടിയിലിങ്ങനെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അമ്മ വന്നിട്ട് വേണം ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വെക്കാൻ കേട്ടോ.
അപ്പോൾ ഗൈസ് ഞങ്ങൾ മുല്ലപ്പൂ വെക്കുകയാണ് അടുത്തതായിട്ട്. മുല്ലപ്പൂ ആ സൈഡിൽ വെച്ചപ്പോൾ എനിക്കും ഋഷിക്കും ഇഷ്ടമായില്ല. എന്നിട്ട് ഈ സൈഡിലേക്ക് വെച്ചപ്പോൾ നടുവിലേക്ക് വെച്ചപ്പോൾ കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ കണിക്കൊന്ന വെച്ചപ്പോൾ ലുക്കേ മാറി, അതിൻ്റെ സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഈ വർഷത്തെ കണി ഞാനും ഋഷികയാണ് സെറ്റാക്കിയ. അമ്മ പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് തന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഋഷിക കണി ഒരുക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവൾ ഉറങ്ങും എപ്പോഴും കണി ഒരുക്കുമ്പോൾ. അപ്പോൾ ഈ വർഷം അമ്മയ്ക്ക് കുറച്ച് പണിയുള്ളതുകൊണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും ഒരുക്കിയേ. അപ്പോൾ ഗൈസ് ഇനി അമ്മ വന്നിട്ട് കുറച്ചും കൂടി സാധനം ഉൾപ്പെടുത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഇനി പോയിട്ട് ജസ്റ്റ് അവരുടെ ഒരു പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 10 ഇപ്പം എത്രയാ 10:07 ആയിട്ടുണ്ട്. അവരുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു 10:10 ആകുമ്പോഴേക്കും പകുതി കഴിയും. അപ്പം ഞാൻ പോയിട്ട് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് അവസാനിപ്പിക്കാം. പടക്കം പൊട്ടിക്കയില്ല, എന്നിട്ട് എഡിറ്റ് ചെയ്യാനില്ല. അപ്പോഴേക്കും അവരെ കഴിഞ്ഞ് വരും. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ പോയി പൊട്ടിച്ചാലോ എന്നാ, നമുക്ക് ഇനി എഡിറ്റ് ചെയ്യണം. ആ കഴിച്ചോ, അത് പൊട്ടിച്ചെടുക്കാണോ കഴിക്കാൻ വേണ്ടിയിട്ട്? ഇനി പോയിട്ട് പടക്കം പൊട്ടിക്കട്ടെ. പ്ലുമടി പ്ലും. അപ്പോൾ ഗൈസ് എക്സ്ട്രാ കുറേ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ വന്നപ്പോൾ. നാളികേരം വെച്ചു, ഉള്ളി, വെളുത്തുള്ളി, പൊട്ടറ്റോ, അതൊക്കെ ഞാൻ വെച്ചതാണ്. ഉള്ളിയും വെളുത്തുള്ളിയും പൊട്ടറ്റോ ഒക്കെ വെറുതെ ഇരിക്കട്ടെ എന്ന് വെച്ചു, എല്ലാം വെക്കില്ലേ. പിന്നെ ഓറഞ്ച്, വലിയ മാങ്ങ ഒരെണ്ണിട്ടുണ്ടായിരുന്നു, അത് വെച്ചു. മൂവാണ്ട മാങ്ങ വെച്ചു, ആപ്പിൾ വെച്ചു, വെള്ളരി വെച്ചു, മുന്തിരി വെച്ചു. പിന്നെ രാമായണം, കൃഷ്ണനെ വെച്ചു. മുല്ലപ്പൂ ഇങ്ങനെ കെട്ടിയത് മോളിക്കോടെ കൃഷ്ണൻ്റെ ഇങ്ങനെ ഇട്ടു, മേത്തിട്ടു. പിന്നെ അടിയിൽ കുറച്ച് മുല്ലപ്പൂ വെച്ചു. പിന്നെ ഗുവ വെച്ചു, തക്കാളി വെച്ചു, വേറെ ടൈപ്പ് മുന്തിരി വെച്ചു, പൈനാപ്പിൾ വെച്ചു, പിന്നെ ടൊമാറ്റോ വെച്ചു, അനാറ് വെച്ചു, പിന്നെ തണ്ണിമത്തൻ വെച്ചു, ഡ്രം സ്റ്റിക്ക് വെച്ചു, പിന്നെ കടച്ചക്ക വെച്ചു ഗൈസ്. പിന്നെ എന്താ വെച്ച്, ഒരു കൃഷ്ണൻ്റെ ചെറിയൊരു ഫോട്ടോ വെച്ചു. പിന്നെ വാൽക്കണ്ണാടിയുടെ പൊട്ടിയ പീസായിരുന്നു ഉണ്ടായിരുന്നത്, കണ്ണാടി വേറെ ഇല്ല. അപ്പോൾ ആ വാൽക്കണ്ണാടി വെച്ചു. പിന്നെ ഒരു മുണ്ട് വെച്ചു, സിന്ദൂരം വെച്ചു, കൺമഷി വെച്ചു, സ്വർണം വെച്ചു, പിന്നെ പൈസ വെച്ചു. അപ്പോൾ ഇത്രയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാര്യം ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു ഭംഗി ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വർഷം മാമൻ്റെ അവിടെ കണി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, മാമൻ്റെ അവിടുത്തെ കണിയുടെ വീഡിയോ ഒന്നും. പിന്നെ അടിയിലൊരു മുണ്ട് വിരിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടിയിലൊരു മഞ്ഞ മുണ്ട് വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇതാണ് ഫൈനൽ ലുക്ക്. മുല്ലപ്പൂവും മുന്തിരിയും മറ്റേ പൈനാപ്പിളും മാങ്ങയും എല്ലാം വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കുറച്ച് ഫോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ടാറ്റാ.